എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സ് ലെസൺ 5 കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് എസ്എസിൻ്റെ ഭാഗമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് ന്യൂമറിക്കൽസ് ആയിരിക്കും നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. An electric heater operating at 230 volt draws 2 ampere current. What is the resistance of the heater? അപ്പം നമ്മളടുത്ത് ഒരു ഹീറ്ററിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 230 വോൾട്ട്. പിന്നെ നമുക്ക് തന്നത് കറൻറ്റ് I is equal to 2 ampere. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ? ഹീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ഓംസ് ലോ പഠിച്ചതാണ്. ഓംസ് ലോ പ്രകാരം V is equal to IR. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. അപ്പോൾ therefore R is equal എന്തായിരിക്കും? V by I ആയിരിക്കും അല്ലേ? R is equal to V by I. V നമ്മളുടെ എത്രയാണ്? 230 വോൾട്ടാണ് വരുന്നത്. അപ്പം അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ R is equal to 230 divided by 2. അപ്പോൾ 230ൻ്റെ പകുതി എത്രയാണ്? 115 വരുന്നത്. അപ്പം റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഓമാണ് അല്ലേ? അപ്പം നമുക്ക് R കിട്ടി 115 ഓംസ്. അപ്പം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ് വെൻ ദിസ് ഹീറ്റർ ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്സ്. ഹീറ്റർ 10 മിനിറ്റ്സിന് ഓപ്പറേറ്റ് ചെയ്യുമ്പം എത്രയായിരിക്കും അവിടെ കറണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതേസമയം നമുക്ക് പവർ കണ്ടുപിടിച്ചിട്ട് പവർ ഉപയോഗിച്ചിട്ട് VI എന്ന് പറയുന്ന ആ ഒരു ഫോർമുല കൊണ്ടും നമുക്ക് അല്ലേ പവർ കണ്ടുപിടിച്ചിട്ട് ആദ്യം പവർ കണ്ടുപിടിക്കണം. VI എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്ത് കാണണം? പവർ കണ്ടുപിടിക്കണം. പവർ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ടുള്ള ഫോർമുലയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? P×T എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തിട്ട് അവിടുത്തെ ഹീറ്റ് എനർജി എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം രണ്ട് മെത്തേഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ചെയ്യാം. നമുക്ക് വിയും ഐയും അറിയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? P = VI എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് 230 × 2. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടി 460 വാട്ട്സ്. അപ്പോൾ ഇതിൻ്റെ പവർ എത്രയാണ്? 460 വാട്ട്സ് ആണ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടൈം എപ്പോഴും സെക്കൻഡ്സിലായിരിക്കണം. ഇവിടെ 10 മിനിറ്റ്സ് എന്നാണ് തന്നത്. അത് നമുക്ക് എന്ത് ചെയ്യുക? സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 1 മിനിറ്റ് 60 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 10 മിനിറ്റ്സ് എത്രയായിരിക്കും? 10 × 60 600 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ, 600 സെക്കൻഡ്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഇവിടുത്തെ സബ് ക്വസ്റ്റ്യൻ 3 ഉണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, ഇത്രേ ഉള്ളൂ. പവർ ഓൺലി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 460 വാട്ട്സ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതാണ്? കാൽക്കുലേറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് നമുക്ക് പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ I²RT എന്ന് പറയുന്ന ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പം 460 × 600 460 × 600 ചെയ്താൽ എത്ര വരുന്നത്? 460 × 600 ഇവിടെ എഴുതിയ 0 0 6 6 are 36 6 4 are 24 + 3 27. അപ്പം നമുക്കിവിടെ ആൻസർ കിട്ടിയത് 2,76,000 ജൂൾസ് എന്നാണ് വരിക. ഓക്കെ, ഇത്രയും ജൂൾസ്. ഇതിനെ നമുക്ക് ഹയർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോ ജൂൾസ് ആണ് ഹയർ യൂണിറ്റ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ നമുക്ക് കിലോ ജൂൾസിൽ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ 3 0 ഇവിടുത്തെ 3 0 ക്യാൻസൽ ചെയ്താൽ 276/1 = 276 കിലോ ജൂൾസ്. ഓക്കെ, 276 കിലോ ജൂൾസിലേക്ക് നമ്മൾ ആൻസർ മാറ്റി എഴുതി. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ,
ഇനി പവർ ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സബ് ക്വസ്റ്റ്യൻ സീൻ്റെ പവർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു 460 വാട്ട്സ്. ഓക്കെ, H=I²RT അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് വിയും ഐയും അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്തത്. ഓക്കെ, P×T എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓപ്പറേറ്റിംഗ് അറ്റ് 230 വോൾട്ട് supply consumes 2 ampere current. What is the quantity of heat produced in 5 minutes? ഏകദേശം നേരത്തെ പോലെ തന്നെ നമുക്ക് വി എത്ര തന്നത്? 230 വോൾട്ട് തന്നിട്ടുണ്ട്. I = 2 ആംപിയർ. നമുക്ക് ടൈം 5 മിനിറ്റ്സ് ആണ് തന്നത്. പക്ഷേ 5 മിനിറ്റ്സ് നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പം 5 × 60 = 5 × 6 = 30. പിന്നെ ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ 300 സെക്കൻഡ്സിന് കിട്ടി. വാട്ട് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്? ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക? P = VI എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യുക. ഡയറക്റ്റ് പവർ കാണാം. പവർ കണ്ടതിന് ശേഷം നമുക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിക്കാം അല്ലേ? P×T എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കാം. അപ്പോൾ P = 230 × 2 = 460 വാട്ട്സ് പവർ കിട്ടി. ഇനി അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? P×T ചെയ്താൽ മതി. പവർ നമുക്ക് കിട്ടിയ 460 ഇൻറ്റു നമ്മളുടെ ടൈം എത്രയാണ് ഇവിടെ? 300 സെക്കൻഡ്സ് ആണ്. അതുകൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇതിൻ്റെ ആൻസർ കിട്ടി. 6 3s are 18, 4 3s are 12 plus 1 13. 1,38,000 ജൂൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. 138,000 ജൂൾസ്. ഓർ അത് നമ്മൾ കിലോ ജൂൾസിലേക്ക് മാറ്റി എഴുതുമ്പം വീണ്ടും ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. 3 zeros കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 138 ആണ് കിട്ടുന്നത്. അത്ര എന്തായിരിക്കും? കിലോ ജൂൾസ് ആയിരിക്കും. ഓക്കെ, രണ്ട് മാതിരിയും ചെയ്ത് പഠിക്കാം. ഇനി ഇതിൻ്റെ സബ് ക്വസ്റ്റ്യൻ എ നമ്മൾ കഴിഞ്ഞു. ഇനി സബ് ക്വസ്റ്റ്യൻ ബി. നമ്മുടെ അടുത്ത് ചോദിച്ചെന്താ വെച്ചാൽ ഇതേ ഇക്വേഷൻ അല്ലെങ്കിൽ ഇതേ അപ്ലയൻസ് തന്നെ 5 മിനിറ്റിൽ വർക്കിംഗ് വോൾട്ടേജ് എത്രയാണ്? 115 വോൾട്ടേ ഉള്ളൂ അല്ലേ? 115 വോൾട്ടിൽ 5 മിനിറ്റിൽ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എനർജി കൺസ്യൂം ചെയ്യും? ഓക്കെ, അത് കണ്ടുപിടിക്കണം. ടൈം നമുക്ക് തന്നത് = 5 മിനിറ്റ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 5 × 60 300 സെക്കൻഡ്സ്. അതവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്കിവിടെ കറണ്ട് എത്രയാണെന്ന് അറിയില്ല, വോൾട്ടേജ് മാറി. അപ്പോൾ കറണ്ട് എത്രയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കണം അല്ലേ? കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്കറിയാം ഈ റെസിസ്റ്റൻസ് എന്ന സാധനം ഒരിക്കലും മാറില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ തുടക്കത്തിൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു R കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അല്ലേ? V = IR ഓർ R = V/I. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ആ സബ്സ്റ്റൻസിനെ മാറില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 230 / 2 ചെയ്താൽ നമുക്ക് വീണ്ടും 115 ഓംസ് കിട്ടി. അപ്പം R = 115 ഓം ആണ് വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ഒരിക്കലും മാറില്ല, അത് കോൺസ്റ്റൻ്റ് ആണ് അറിയാലോ. ഇനി നമുക്ക് ഇവിടെ I കണ്ടുപിടിക്കണം. V = IR. നേരത്തെ പോലെയല്ല, വോൾട്ടേജ് കൊടുത്തപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ I = എന്തായിരിക്കും? I = V/R ആയിരിക്കും വരാം. V എത്രയാണ് ഇപ്പം? 115 വോൾട്ടാണ്. റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയത് 115 ഓമാണ് വരുന്നത്. അപ്പം 115/115 എത്രയായി? 1 1 ആംപിയർ ആണ് ഇവിടുത്തെ കറണ്ട്. 1 ആംപിയർ. ഇപ്പം ഐയും കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടൈം നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വാട്ട് ഈസ് ദ എനർജി കൺസ്യൂംഡ്? എനർജി കൺസ്യൂംഡ് നമ്മൾ വീണ്ടും P×T എന്ന് പറഞ്ഞ ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? P കണ്ടുപിടിക്കണം. P നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത പോലെ തന്നെ VI എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യുക. V 115, I 1 ആംപിയർ. അപ്പോൾ പവർ എത്രയായി? 115 വാട്ട്സ് ആണ് വരുന്ന പവർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിക്കാൻ 115 ആണ് നമ്മളുടെ പവർ. അപ്പോൾ 115 ഇൻറ്റു അതിനെടുത്ത സമയം എത്രയാണ്? 300 സെക്കൻഡ്സാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, 300 സെക്കൻഡ്സ്.
അപ്പോൾ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 115 ഇൻറ്റു 300. 5 3s are 15, 1 3s are 1 plus 1 4, 1 3s are 3. 34,500 joules, or ഇത് നമ്മൾ കൺവേർട്ട് ചെയ്താൽ 34500 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 2 സീറോ കട്ട് ചെയ്ത് പോകുള്ളൂ. 345 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 34.5 കിലോ ജൂൾസ്. ഓക്കെ, അപ്പോൾ എനർജി 34.5 കിലോ ജൂൾസ് ആണിത് എടുക്കുന്നത്. ക്ലിയർ ആയാലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെന്താ വെച്ചാൽ, ഒരു വീട്ടിൽ 500 വാട്ട്സ് ഇലക്ട്രിക് അയൺ ഓപ്പറേറ്റ്സ് ഫോർ 1 hour, 2 40 watts fans for 8 hours and 5 12 watt LED bulbs for 10 hours. Calculate in unit the energy consumption per day in that house. The tariff of electricity for domestic consumers in Kerala is given below. അപ്പം നമുക്കവിടെ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളും നമുക്കിവിടെ നോക്കാം. ഇതാണ് ടേബിൾ. അപ്പോൾ മന്ത്ലി കൺസംഷൻ ഇത്ര യൂണിറ്റ് മുതൽ ഇത്രയാണെങ്കിൽ അവിടെ എനർജി ചാർജ് എത്രയാണ്. ഇപ്പോൾ സിംഗിൾ ഫേസും 3 ഫേസും ഒന്നും നമുക്കിവിടെ മെൻഷൻ ചെയ്താൽ മാത്രം നിങ്ങൾ പ്രോബ്ലത്തിൽ എടുത്താൽ മതി. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർമൽ സിംഗിൾ ഫേസിൻ്റെ വാല്യൂ എടുത്താൽ മതി. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രം നമ്മൾ ഇതെടുത്താൽ മതി. 3 ഫേസിൻ്റെ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു ടേബിൾ ഫോമിൽ ഇതിന് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് അപ്ലയൻസ്, ആദ്യത്തെ അപ്ലയൻസ് എന്താണ്? ഇലക്ട്രിക് അയേൺ ആണ് അല്ലേ? ഫസ്റ്റ് അപ്ലയൻസ് ഇലക്ട്രിക് അയേൺ. അതിൻ്റെ പവർ എത്രയാണ്? 500 വാട്ട്സ് ആണ് പവർ. എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഹവേഴ്സിലെ ടൈം 8 hours. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? പി ഇൻറ്റു ടി ആണ് വരുന്നത്. പവർ ഇൻറ്റു ടൈം. എനർജി പവർ ഇൻറ്റു ടൈം ആണ് വരുന്നത്. 1 hour, സോറി 8 hour അല്ല, 1 hour. ഫോർ 1 hour ആണല്ലേ, തെറ്റിപ്പോയി സോറി. ഇനി ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. ഞാൻ ഫസ്റ്റ് മാത്രമേ ഈ ഫോമുല എഴുതുന്നുള്ളൂ. പവർ 500 ഇൻറ്റു 1 hour. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? 500 വാട്ട് ഹവർ ആണ് വരിക കേട്ടോ. വാട്ട് അവർ, 500 വാട്ട് അവർ. സെക്കൻഡ് എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? 240 വാട്ട് ഫാൻസ് ആണ്. ഫാൻ ആണ് വരുന്നത്. അതിൻ്റെ പവർ 40 വാട്ട്സ് ആണ്. 2 എണ്ണം ഉണ്ട്. അതാണ് 8 hour യൂസ് ചെയ്യുന്നത് അല്ലേ, 8 മണിക്കൂർ. അപ്പം ഇത് എത്ര എനർജി കൺസ്യൂം ചെയ്യും? പി ഇൻറ്റു ടി. അപ്പം ഒന്നിൻ്റെ പവർ 40. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 8 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 40 ഇൻറ്റു 2 80. 80 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് 8 8 64ഉം ഒരു 0 കൂടി വന്ന് 640 വാട്ട് ഹവേഴ്സാണ് വരുന്നത്. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? LED ബൾബാണ് മൂന്നാമത്തത്. LED ബൾബ്സ്. LED ബൾബ്സിൻ്റെ ഒരെണ്ണത്തിൻ്റെ പവർ എത്രയാണ് വരുന്നത്? 12 വാട്ട്സ് ആണ് ഒരെണ്ണത്തിൻ്റെ പവർ അല്ലേ? 12 വാട്ട്സ് ആണ് ഒരെണ്ണത്തിൻ്റെ പവർ. അങ്ങനത്തെ എത്ര LED ബൾബ്സ് ഉണ്ട്? 5 LED ബൾബ്സ് ഉണ്ട്. അപ്പം ഈ 5 എണ്ണം വർക്ക് ചെയ്യുന്നത് എത്രയാണ്? 10 hours ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എനർജി എന്തായിരിക്കും? ഒരെണ്ണത്തിൻ്റെ പവർ ഇൻറ്റു എത്ര എണ്ണം ഉണ്ട് ഇൻറ്റു എത്ര ടൈം. അപ്പം 12 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് 60 എന്ന് കിട്ടും. 60 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 600 വാട്ട് ഹവേഴ്സിന് കിട്ടി. ഇനി ഇതിൻ്റെ എല്ലെണ്ണത്തിന് ടോട്ടൽ എനർജി ഒരു ദിവസത്തെ കിട്ടാൻ വേണ്ടി നമ്മളിതിൻ്റെ സം എടുക്കാം അല്ലേ? സം എടുത്താൽ എത്ര വരുന്നത്? 500 പ്ലസ് 640 പ്ലസ് 600 എല്ലാം പ്ലസ് ചെയ്താൽ 0 4 6 പ്ലസ് 6 12 12 പ്ലസ് 5 17 അല്ലേ? 1740 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അത്രയും വാട്ട് ഹവേഴ്സ്, 1740 വാട്ട് ഹവേഴ്സാണ് വരുന്നത്. കാൽക്കുലേറ്റ് ഇൻ യൂണിറ്റ് ദ എനർജി കൺസംഷൻ. അപ്പോൾ യൂണിറ്റ് ആക്കണമെങ്കിൽ നമ്മളതിലേക്ക് മാറ്റം കിലോ വാട്ട് ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കതിന് യൂണിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം കിലോ വാട്ട് ഹവറിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
വാട്ട് ഹവറിൽ തന്ന ആ യൂണിറ്റിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ നമ്മളുടെ ആൻസർ കിലോ വാട്ട് ഹവറിലേക്ക് മാറും. കിലോ വാട്ട് ഹവറിൽ മാറ്റിയാൽ മാത്രമേ നമുക്കത് എന്താവുള്ളൂ, യൂണിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഒരു സീറോ കട്ടായി. 174/100 എന്ന് പറഞ്ഞാൽ 100ൽ 2 zeros ഉണ്ട്. അപ്പോൾ ആൻസറിൽ പോയിൻ്റ് കഴിഞ്ഞാൽ, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് വരണം. അപ്പം 1.74 യൂണിറ്റ്സ് ആണ് ടോട്ടൽ ആ വീട്ടിലത്തെ ഒരു ദിവസത്തെ ഇലക്ട്രിക് കൺസംഷൻ. ഓക്കെ, കാൽക്കുലേറ്റ് യൂണിറ്റ്, യൂണിറ്റ്സ് നമുക്ക് കിട്ടി. അപ്പോൾ യൂണിറ്റ്സിലേക്ക് മാറ്റണമെങ്കിൽ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കിലോ വാട്ട് ഹവറിലേക്ക് വേണം നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ, വാട്ട് ഹവേഴ്സിൽ ചെയ്യരുത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇൻ എ ഹൗസ് എ 600 watts ഗ്രൈൻഡർ ഓപ്പറേറ്റ്സ് ഫോർ 1 hour. നേരത്തെ പോലെ തന്നെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് 2 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ ആ ടേബിളിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഗ്രൈൻഡർ നമ്പേഴ്സ് എത്ര ഉണ്ട്? A 600 watt. അപ്പം ഒരെണ്ണം, ഒരു ഗ്രൈൻഡർ ഉണ്ട്, അതിന് പവർ എത്രയാണ്? 600 watts ആണ്. അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? ഫോർ 1 hour. 1 hour വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഡെയിലി എനർജി കൺസംഷൻ എന്തായിരിക്കും? പവർ ഇൻറ്റു ടൈം. 600 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു 600 watt hours. ഇനി ഫാൻസ്, 3 ഫാൻ ഉണ്ട് അല്ലേ? 360 watt ഫാൻ ഫോർ 6 hours. 360 watts ഫാൻസ് ഫോർ 6 hours. അപ്പം 3 ഇൻറ്റു 60 ഇൻറ്റു 6. അപ്പോൾ 3 ഇൻറ്റു 60 180. 180 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ 180 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 180 ഇൻറ്റു 6 600. 6 8s are 48. 1 6 are 6 plus 4 10. 1080 watt hours. ഇനി ബൾബ്സ് എത്ര എണ്ണം ഉണ്ട്? 10 watts ബൾബുണ്ട്. അപ്പോൾ 10 ബൾബ്, ഒരു ബൾബിൻ്റെ പവർ 10 watts. അതൊരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 10 ഇൻറ്റു ഒരെണ്ണത്തിൻ്റെ പവർ 10 watts ഇൻറ്റു ടൈം 10 hours. 10 ഇൻറ്റു 10 100. 100 ഇൻറ്റു 10 1000. അപ്പോൾ 1000 watt hours അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആകെ ടോട്ടൽ എത്ര എനർജി കൺസംഷനാണ് ഒരു ദിവസത്തേക്ക് ഇവിടെ ഉള്ളത്? 1080 പ്ലസ് 1000 പ്ലസ് 600 0862 2680 ആണ്. അത്രയും വാട്ട് ഹവേഴ്സാണ് വരുന്നത്. 2680 വാട്ട് ഹവേഴ്സാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം, കിലോ വാട്ട് ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻ കിലോ വാട്ട് ഹവേഴ്സ് ഇത് എത്രയായിരിക്കും? 2680 ഡിവൈഡഡ് ബൈ 1000. ഒരു സീറോ കൊണ്ട് കട്ട് ചെയ്ത് പോയി. 268/100 ചെയ്താൽ 2 zeros വരുന്നതുകൊണ്ട് 100 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എപ്പോഴും 2.68. പോയിൻറ്റിന് ശേഷം 2 നമ്പേഴ്സ് വരും. ഓക്കെ, അപ്പോഴാണ് ഇത് എന്തിലേക്ക് മാറിയത്? 2.68 യൂണിറ്റ്സ് ആയത്. 2.68 യൂണിറ്റ്സിനായി. ഇനി ഇത് 1 ഡേൻ്റെ ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് എത്രയാണ്? 1 ഡേൻ്റെ യൂണിറ്റ്സാണ് നമുക്ക് കണ്ടുപിടിച്ചത് ഇവിടെ. ഇപ്പോൾ 2.68 യൂണിറ്റ്സാണ് ഒരു ദിവസത്തേക്ക്. അങ്ങനത്തെ എത്രയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? യൂണിറ്റ്സ് പെർ മന്ത് അല്ലേ? ഒരു മാസത്തെ എത്രയായിരിക്കുന്നതാണ് സബ് ക്വസ്റ്റ്യൻ നമ്പർ എയിൽ ചോദിച്ചത്. വാട്ട് വിൽ ബി ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ്സ് പെർ മന്ത്. അപ്പം ഒരു ദിവസം 2.68 ആണെങ്കിൽ നമ്മൾ ഒരു മാസം 30 days ആയിട്ടാണ് എടുക്കുക. അത് ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 268 ഇൻറ്റു 30. ലാസ്റ്റ് നമുക്ക് പോയിൻ്റ് ഇടാം. 0 8 3s are 24. 6 3s are 18 plus 2 20. 3 2s are 6 plus 2 8. 8040 എന്നായി. പിന്നെ ഇവിടെ 2.68 ആണ് ഉണ്ടായിരുന്നത്. അപ്പം ആൻസറിലും പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് വരണം. അപ്പോൾ നമുക്ക് 1 മന്തിൽ എത്ര വരുന്നത്? 80.40 യൂണിറ്റ്സ് ആണ് പെർ മന്ത് വരുന്നത്. ഒരു മാസത്തേക്ക് എത്രയാണ് നമ്മളടുത്ത് ചോദിച്ചത്? 80.40 യൂണിറ്റ്സ് പെർ മന്ത്. ഇനി സബ് ക്വസ്റ്റ്യൻ ബി.
If the appliance operate in the same way, calculate the electricity bill for 2 months in that house. അപ്പം for 2 months, ഒരു മാസത്തിലാണ് 80.40 ആണ്. അപ്പോൾ for 2 months എത്ര യൂണിറ്റ് ആയിരിക്കും? 80.40 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 20, 4 2s are 8, 20, 8 2s are 16, 160.80 യൂണിറ്റ്സ് ആണ് വരിക. ഓക്കെ, 160.80 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി നമ്മളുടെ ആ ടേബിളിൽ നമുക്കവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. സോറി, ഇത് മൊത്തം പോകും. ഓക്കെ, അപ്പോൾ ആ യൂണിറ്റ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ യൂണിറ്റ് അവിടെ യൂണിറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ₹4.25. അപ്പം അത് ഞാനിവിടെ നോട്ട് ചെയ്യാം. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? കോസ്റ്റ് പെർ ഈക്വൽ ടു ₹4.25 ആണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ്. അങ്ങനത്തെ 2 മാസത്തെ എത്രയുണ്ട്? 160.80 യൂണിറ്റ്സ് ഉണ്ട്. അപ്പം therefore ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 160.80 ഇൻറ്റു 4.25. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 683.40 എന്നാണ്. ₹684.30 ആണ് 2 മാസത്തേക്ക് ഇവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. വാട്ട് അവറിനെ കിലോ വാട്ടിലേക്ക് മാറ്റാം. കിലോ വാട്ടിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ബിൽ എമൗണ്ട് കിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. 2 heaters A and B operate at 230 volt. Heater A draws 2 ampere current and heater B draws 2.5 ampere current. Calculate the power of the heaters in figure 5.12. അപ്പോൾ 5.12 A ഉണ്ട്, 5.12 B ഉണ്ട്. Which heater has higher resistance? If both heaters operate for 5 minutes each, which heater produce more heat? നമ്മളിങ്ങനെ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പവർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? പവർ ഓഫ് ദ ഹീറ്റേഴ്സ് കണ്ടുപിടിക്കണം. നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ, സബ് ക്വസ്റ്റ്യൻ നമ്പർ എ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ്. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസിൽ വി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 230 വോൾട്ട്. ആ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെ എത്രയാണ്? 230 വോൾട്ടാണ്. കറണ്ട് എത്രയാണ്? 2 ആംപിയർ ആണ്. ഐ ഇസ് ഈക്വൽ ടു 2 ആംപിയർ. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഹീറ്ററിൻ്റെ പവർ ആയതുകൊണ്ട് പി എ എന്ന് കൊടുക്കാം. പി എ ഇസ് ഈക്വൽ ടു 230 ഇൻറ്റു 2, അപ്പം 460 വാട്ട്സ് എന്ന് കിട്ടി. പി എ 460 വാട്ട്സ്. അതേപോലെ തന്നെ പി ബി ഇസ് ഈക്വൽ ടു, പി ബിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ടാണ്. പക്ഷേ കറണ്ട് കൂടുതലാണ്, 2.5 ആംപിയർ ഉണ്ട് പി ബി. അപ്പം 230 ഇൻറ്റു 2.5. അപ്പോൾ 230 ഇൻറ്റു 2.5 ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 575 വാട്ട്സ് ആണ്. ഓക്കെ, 575 വാട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പവർ ചോദിച്ചത്, പവേഴ്സ് നമ്മൾ 2 കണ്ടുപിടിച്ചു. ഇനി സബ് ക്വസ്റ്റ്യൻ 2, വിച്ച് ഹീറ്റർ ഹാസ് ഹയർ റെസിസ്റ്റൻസ്? ഏത് ഹീറ്ററാണ് ഹയർ റെസിസ്റ്റൻസ് ഉള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ഇതിൻ്റെ വി എത്രയാണ്? 230 വോൾട്ടാണ്. അവിടെ കറണ്ട് എത്രയായിരുന്നു? 2 ആംപിയർ ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് 115 ഓം എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ വി ബൈ ഐ ഇസ് ഈക്വൽ ടു 230 ഡിവൈഡഡ് ബൈ 2.5. 230 ഡിവൈഡഡ് ബൈ 2.5 ആണ് വരുന്നത്. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 92 ഓംസ് ആണ്. ഓക്കെ, 92 ഓംസ് ആണ്. വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ ഡിവിഷൻ കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ആർ ഈക്വൽ ടു വി ബൈ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് 92 ഓംസിന് കിട്ടി. അപ്പോൾ ഹീറ്റർ എ 115 ഓം, ഹീറ്റർ ബീൻ്റെ റെസിസ്റ്റൻസ് 92 ഓമുമായി. അതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി സി, സബ് ക്വസ്റ്റ്യൻ സി എന്താ? ഇഫ് ബോത്ത് ഹീറ്റേഴ്സ് ഓപ്പറേറ്റ് ഫോർ 5 minutes ഈച്ച്, വിച്ച് ഹീറ്റർ വിൽ പ്രൊഡ്യൂസ്
മോർ ഹീറ്റ്. ഇതിൽ ഏത് ഹീറ്ററാണ് കൂടുതൽ ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം അവിടെ നമുക്ക് ഹീറ്റ് എ അല്ലെ, ഹീറ്റർ എൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കുക. അത് നമ്മൾ എച്ച് എ എന്ന് കൊടുക്കുക. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റർ എ ഇസ് ഈക്വൽ ടു നമ്മളുടെ എളുപ്പമുള്ള ഫോർമുല എന്താണ്? പവർ ഇൻറ്റു ടൈം. 5 minutes ആണ്. ടൈം നമ്മൾ മിനിറ്റ്സിൽ സെക്കൻഡ്സിലേക്ക് മാറ്റണ്ടേ? സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പം നമുക്ക് 5 minute ആണ്. 5 minute സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 60. അപ്പോൾ നമുക്കിവിടെ 300 seconds കിട്ടി. പവർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 460 watts. 460 ഇൻറ്റു 300, 460 ഇൻറ്റു 300. അത് ചെയ്താൽ നമുക്ക് കിട്ടുക, നേരത്തെ ചെയ്തിരുന്നു, 138 ഫോളോഡ് ബൈ 3 zeros, 138,000 joules എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റർ ബി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ടി. ഇതിൻ്റെ പവർ 575 watts ഇൻറ്റു ടൈം സെയിം തന്നെ 300 seconds. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 172,500 joules. അപ്പം നമ്മുടെ ചോദ്യം ചോദിച്ചിരുന്നു വിച്ച് ഹീറ്റർ വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. അപ്പോൾ ഇവിടെ ഹീറ്റർ ബി ആണ് എന്ത് ചെയ്യുന്നത് കണ്ടോ, 172,500 joules ആണ്. ഇവിടെ 138,000 joules ഉള്ളൂ. അപ്പം ഹീറ്റർ ബി പ്രൊഡ്യൂസസ് മോർ ഹീറ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.